ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മുടി സംരക്ഷണം തന്നെയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ മുടി മുറിച്ച് കളയാൻ പോവാണ്. കാര്യം മുടി യാതൊരു ശ്രദ്ധയില്ല, സൂക്ഷിക്കത്തില്ല. ഞാൻ എന്നെ തേച്ച് ഞാനൊന്ന് ചീകി വെക്കാൻ പറഞ്ഞ് ചീകി വെച്ച് അത് ഈ എന്നതാ പറയുന്നത്, കല്ലുള്ളവൻ്റെ അല്ലെ അറിയാവുന്നവൻ്റെ കൈ കല്ല് കൊടുക്കുകയെന്ന് പറഞ്ഞ മാതിരി മുടി സൂക്ഷിക്കുന്നവർക്ക് ഒരിക്കലും മുടി വലുതായിട്ട് കിളുക്കുകയില്ല. അവർ എത്ര കിടന്ന് കഷ്ടപ്പെട്ടാലും കുറേ ഇതായിട്ട് ദൂരം കഷ്ടപ്പെട്ട് കഴിഞ്ഞാലെന്നറിയാം അവർക്ക് മുടി ഒന്ന് സെറ്റായി കിട്ടുന്നത്. ഈ മുടി ഉള്ളവർക്കുണ്ടല്ലോ അങ്ങനെ. പക്ഷെ ഒരു കാര്യമുണ്ട്, അച്ഛൻ്റെ മുടി ശരിക്കും ഞാൻ അതുപോലെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത മുടിയാണ്. അത് അത്രയ്ക്ക് ഈ വീഡിയോയിലൊക്കെ വരുന്നതിന് മുന്നേ തൊട്ട് ഞാൻ ആ മുടിക്ക് വേണ്ടി ഓരോന്ന് ചെയ്ത് കഷ്ടപ്പെട്ട് അത്രയും മുടി എന്ന് വെച്ചാൽ പെൺപിള്ളേരായ മുടി വേണമെന്നുള്ളത് ഈ ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് അച്ഛൻ്റെ മുടിയെ മുറിച്ചു പോലും കളയാതെ ഒരു 7ാം ക്ലാസ് വരെയൊക്കെ മുറിച്ച് കളയായിരുന്നു. അത് കഴിഞ്ഞ് വളർത്തിയെടുത്തത്. അപ്പം ഇന്ന് മുടി മുറിക്കാൻ പോവാണ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. മുടി മുറിക്കാൻ തന്നെ കയറ്റി തന്നെ മുറിക്കാൻ പോകാം. കഴുത്തിന് ഇടച്ച് മുറിക്കാൻ പോകാം. അവളോട് ചോദിച്ചിട്ട് മുറിച്ച് കളഞ്ഞേക്കട്ടെ എന്ന് ചോദിക്കാൻ പോകാം. അവൾ മുറിച്ച് കളയാനാണ് അവൾ പറയുന്നെങ്കിൽ മുറിച്ച് കളഞ്ഞേക്കാം നമുക്ക്. അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ വീഡിയോയിലൂടെ കാണാവേ. കുറച്ച് നമ്മുടെ വിളവെടുപ്പും കൂടെ ഒക്കെ കണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പോകാവേ. ഇന്നലെ വലുതായിട്ടല്ലെങ്കിലും ചെറിയൊരു മഴയൊക്കെ കിട്ടി കേട്ടോ. ആ മഴയുടെ ഇതുകൊണ്ടുണ്ടല്ലോ രാവിലെ നമ്മൾ എണീറ്റ് കഴിയുമ്പോഴത്തേക്ക് പ്രകൃതിക്കൊക്കെ ഒരു പ്രത്യേക ഭംഗി തോന്നും കേട്ടോ. എന്നാണെന്നറിയത്തില്ല, എല്ലാവരും ഒന്ന് കുളിച്ച് വൃത്തിയായി നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. അപ്പം പച്ചക്കറിയൊക്കെ ഒരു ചെറുതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പറിച്ചെടുത്തുകൊണ്ട് അടുക്കളയിലോട്ട് കയറാമെന്ന് വിചാരിച്ച്. അപ്പം മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ പച്ചക്കറിയൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നത് തോന്നുന്നു. കുറച്ച് വഴുതനങ്ങയാണുള്ളത്. അപ്പോൾ വഴുതനങ്ങ മെഴുക്കോട്ട് വെക്കാനായിട്ടാണ്. അപ്പോൾ നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ നമ്മൾ എന്നേലൊക്കെ നട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് അത്യാവശ്യം അടുക്കളയിലേക്കുള്ള പച്ചക്കറികളൊക്കെ ഇട്ട് കിട്ടും. ഞാൻ കൂടുതലും ഇങ്ങനെ അടുക്കളയിൽ നിന്നൊക്കെയാണ് കേട്ടോ. അടുക്കളയിലേക്ക് വേണ്ടത് കുറേശ്ശെ നട്ടുപിടിപ്പിച്ചൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ വഴുതനങ്ങയെല്ലാം പറിച്ചെടുത്തുകൊണ്ട് ഇനി അടുക്കളയിലോട്ട് കയറി കഴിഞ്ഞാൽ അടുക്കളയിലിട്ട് ഇനി പാചകത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് വേണം മുടിയുടെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം എടുക്കാനായിട്ട്. അപ്പം ഒരു വഴുതനങ്ങ അവിടെ പാത്ത് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ ഞാൻ പതിയെ വലിച്ച്, ഞാൻ കണ്ടില്ലായിരുന്നത്. അത് നോക്കിയപ്പോഴത്തേക്കാണ് അത് അപ്പുറത്തോട്ട് ഇല മാത്രമേ ഉള്ളതെന്നായിരുന്നു ഓർത്ത്. നോക്കിയപ്പോൾ വഴുതനങ്ങ ഉണ്ടായിരുന്നു. അതും കൂടെ പറിച്ചെടുത്ത് അത് കഴിഞ്ഞ് പിന്നെ ഇപ്പുറത്ത് വന്നപ്പോഴത്തേക്ക് വീണ്ടും ഒരെണ്ണം കൂടെ കിട്ടിയിട്ട് അവിടെ ഒരെണ്ണം പാത്ത് കിടക്കുന്നു. അങ്ങനെ അതുമൊക്കെ എടുത്ത് വഴുതനയൊക്കെ പാത്ത് കിടക്കാൻ തുടങ്ങി. അപ്പം അതെല്ലാം പറിച്ചെടുത്ത് ഇനി അടുക്കളയിലോട്ട് കയറി കഴിഞ്ഞിട്ട് ഇനി ഇച്ചിരി കഴിഞ്ഞിട്ട് വേണം അച്ഛൻ്റെ മുടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആക്കിയെടുക്കാനായിട്ട്. അതുപോലെ നിത്യവഴുതനയാണെങ്കിൽ ഇഷ്ടം പോലെ വിളഞ്ഞ് വലിയതായിട്ട് കിടപ്പുണ്ട്. അതും ഇനി പറിക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ ഇത് കുറച്ച് നമ്മുടെ പച്ചക്കറിയൊക്കെയാണ് കേട്ടോ. വേറെ കുറച്ചൊക്കെ എനിക്ക് അവിടെയൊക്കെ ഉണ്ട്. അതിനിടയ്ക്ക് നമുക്ക് ഇനി വീഡിയോയിലൂടെ കാണാമേ. അപ്പോൾ അങ്ങനെ വഴുതനങ്ങയെല്ലാം പറിച്ചെടുത്ത് നമുക്ക് അത്യാവശ്യം മെഴുക്കോട്ടിക്കുള്ള വഴുതനങ്ങയെല്ലാം കിട്ടി. ഇനി ഇതെല്ലാം ഒന്ന് അരിഞ്ഞെല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തേച്ച് വേണം പിന്നെ നമുക്ക് കാണാമേ. നേരം വെളുത്താലും വൈകിട്ടും ഈ മുടി ഒരിക്കലും കെട്ടി വെക്കത്തില്ല കേട്ടോ. കെട്ടി വെക്കാതെ ഇങ്ങനെ കെട്ടിയിട്ടിറക്കി ഈ മുടിയിൽ ഞാനാണ് ഇതിൽ എണ്ണ തേക്കലും ഇതിലെ പരിപാടി മൊത്തം. ഈ മുടി വളർത്തിയെടുക്കാനുള്ള കണ്ട അവകാശം മുഴുവൻ എനിക്കാണ്. എന്നാ കാണിച്ച് വെച്ചേക്കുന്നത് എനിക്കറിയത്തില്ല. മുടി ചീകിയെടുക്കുകയോ വൃത്തിയാക്കിയിടുകയോ ഒന്നും ചെയ്യത്തില്ല. അച്ചു, നിൻ്റെ മുടി ഞാൻ ഒരു ഇവിടം വെച്ച് മുറിക്കട്ടെ? ഞാൻ മുറിക്കും. മുഖം കാണിച്ചേ, മുറിക്കട്ടെ? പേടിയില്ലല്ലോ. ശരി, എന്നാൽ മുറിക്കാൻ പോവാം. നീ മുടി സൂക്ഷിക്കാറാകുമ്പോൾ ഇനി വളർത്തിയാൽ മതി കേട്ടോ. അല്ല ഞാൻ ഇതിനകത്തിന് ഇതുപോലെ ഓരോന്നും തേച്ചും എടുത്തുമൊക്കെ മുടി ഇങ്ങനെ ആക്കിയെടുക്കുന്നത്. ഇവിടെ വെച്ച് മുറിക്കുവാണേ. ഇത്രയും മതി. തോളിൻ്റെ ഇടം വരെ കിടന്നാൽ മതി. അപ്പോൾ പിന്നെ ചീകി കെട്ടി വെച്ചുകൊണ്ട് നടന്നോളൂല്ലോ. ഇത്രയും വെച്ച് മതി. ചീപ്പന്തി മുടിയൊക്കെ ചീകി ചെടിയൊക്കെ കളഞ്ഞിട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് മുടി മുറിക്കാനായിട്ട് തുടങ്ങാം. എങ്ങനെ അച്ചു, മുറിച്ചാലോ? ഞാൻ മുറിക്കും കേട്ടോ. ഇവിടെ വെച്ച് മുറിക്കട്ടെ? ഇത്രയും നീളമുള്ള മുടി അവിടെ വെച്ച് മുറിക്കുന്നതിന് നമുക്ക് യാതൊരു സങ്കടവും ഇല്ലെന്ന്. മുറിക്കുവാണേ. യോ, അപ്പോൾ പേടിയുണ്ട് എന്നെ. എടി, ഈ മുടി ഉണ്ടല്ലോ വളർത്തിയത് ഞാനാ. നിനക്കൊരു കഷ്ടപ്പാടും ഇല്ല ഇത് മുറിച്ച് കളയണമെന്ന് പറയുമ്പോഴത്തേക്ക് കേട്ടോ. മുടിയുടെ തേക്കലും കത്രിയെടുത്തല്ലേ, മുടിയുടെ തുമ്പൊന്ന് മുറിച്ചിട്ടേക്കാം. എപ്പോഴും ഇതുപോലൊരു ശകലം മാത്രം വെട്ടി കളയത്തുള്ളേ, അല്ലാതെ ഒരുപാട് വെട്ടി കളയത്തില്ല. തുമ്പൊന്ന് അത്രയേ ഉള്ളൂ. അല്ല അനങ്ങല്ലേ കേട്ടോ അച്ചു, അനങ്ങാതെ നിന്നോണേ. തുമ്പൊരു ശകലം മാത്രം.
മടങ്ങി കിടക്കും. എന്നും മുറിക്കട്ടെ. ഇനി ഇവളെ കൊണ്ട് തന്നെ ഓരോന്നും ചെയ്യിപ്പിച്ച് പഠിപ്പിക്കണം. തലേ നല്ലപോലെ എണ്ണ തേച്ച് വെച്ചു. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരാൾ ചെയ്ത് കൊടുക്കാനുള്ളതുകൊണ്ടാണ് ആ ഒരു ബുദ്ധിമുട്ടറിയാത്തത്. നല്ലപോലെ നല്ലപോലെ പെട്ടെന്ന് തേക്ക്. ഇങ്ങനെ പതിയെ സാമായിട്ട് ആടി തൂങ്ങി നിൽക്കില്ല. വേഗം തലയിൽ എണ്ണ തേക്കുക. നീ മേടിക്കണ്ടേന്ന് കേട്ടോ, സാമാട്ടി നിന്നാല്. വേഗം തേച്ചേ, മുടിയുടെ താഴോട്ടും ഒക്കെ നല്ലപോലെ എണ്ണ തേച്ചേ. ഷാമ്പൂ ഇട്ടങ്ങ് കഴുകി കഴിഞ്ഞാൽ പിന്നെ തല്ല് ശകലം പോലും എണ്ണ വെക്കത്തില്ല. വേഗം മുടിയിൽ എണ്ണ തേച്ച് മുടി കെട്ടി വെക്കും കേട്ടോ. നമ്മൾ മുട്ടയുടെ വെള്ള തലയിൽ പറ്റുന്നതിന് മുന്നേ മുടി നല്ലപോലെ ഒന്ന് എണ്ണ പുരട്ടി കെട്ടി വെക്കണം. കെട്ടി വെച്ചതിന് ശേഷം വേണം മുടിയിൽ മുട്ടയുടെ വെള്ള പറ്റാനായിട്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ പറയും മുട്ടയുടെ എണ്ണ തേച്ച് കഴിയുമ്പോഴത്തേക്കും മുടി അങ്ങ് പന്നലായി പോകുമെന്ന് പറയും. ഒരു ഭംഗിയില്ലാത്ത പോലെ കിടക്കും. എണ്ണ തേക്കാൻ നമ്മൾ മുട്ടയുടെ വെള്ളം തേച്ചാൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മുടി ചകിരിനാര് പോലെ കിടക്കും എണ്ണ തേക്കാതെ തേച്ചാൽ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ തേക്കാം കേട്ടോ. ഇന്ന എണ്ണ എന്നല്ല, നിങ്ങൾ ഏത് എണ്ണയാണോ തലയിൽ തേക്കുന്നത് ആ എണ്ണ തലയിൽ തേക്കാം. എന്നിട്ട് മുട്ടയുടെ വെള്ളം തലയിൽ നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. പിന്നെ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തല നല്ലപോലെ ഒന്ന് ഷാമ്പൂ ഒന്നും ഇടണ്ട കേട്ടോ. ഒരു ശകലം പോലും സ്മെല്ല് വരത്തില്ല. നല്ലപോലെ മുടി കഴുകി വൃത്തിയാക്കുക. അപ്പോൾ ഞാൻ മുട്ടയുടെ വെള്ളം എടുത്തുകൊണ്ട് വരട്ടെ. 2 മുട്ടയാണ്. അപ്പോൾ ഞാൻ 2 മുട്ടയാണ് എടുക്കുന്നത്. 2 മുട്ട എന്ന് വെച്ചാൽ മുടിയുടെ ലെങ്തിനനുസരിച്ചായതുകൊണ്ടാണ് 2 മുട്ട എടുക്കുന്നത്. ഇപ്പോൾ 2 മുട്ടയുടെ വെള്ളയാണ് നമുക്ക് വേണ്ടത്. ഉണ്ണി എടുക്കുകയേ വേണ്ട, വെള്ള മാത്രം നമുക്ക് എടുത്താൽ മതി കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ ഇരുന്നായതുകൊണ്ട് വെള്ളം വരാനൊരു ചെറിയ താമസം വരും. ഇന്നിങ്ങി പോകുന്നു കേട്ടോ. ചില സമയത്ത് നമ്മളിതൊന്ന് ചെയ്യണമെന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലോ ആ വെള്ളം വരത്തില്ല. മറ്റേ മുട്ടയുടെ കൂടെ ഞാൻ അതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ. മുട്ടയുടെ 2ൻ്റെ വെള്ളം എടുത്തു. ഇനി നല്ലപോലെ ഒന്ന് പതപ്പിച്ചെടുക്കണം. നമുക്ക് നല്ലപോലെ പതപ്പിച്ചെടുത്താൽ ഇനി നമുക്ക് തലയിൽ പുരട്ടാം. അപ്പം തലയിൽ നല്ലപോലെ എണ്ണ തേച്ച് ഒരു 10-15 മിനിറ്റ് ആയി. ഇനി ഇതുപോലെ നമ്മുടെ പതിവ് സിറിഞ്ചുമായിട്ട് ഇങ്ങനെ തലയിലേക്ക് തേച്ച് പിടിപ്പിക്കുന്നു. സിറിഞ്ചിനകത്താകുമ്പോഴത്തേക്ക് നമുക്ക് ഈ മുട്ട കൈ നമ്മൾ എടുക്കുമ്പോൾ ഉണ്ടല്ലോ അങ്ങ് വഴുതി പോകും. സിറിഞ്ച് ആകുമ്പോഴത്തേക്ക് ആ ഒരു പ്രശ്നമില്ല. നമുക്ക് നല്ലപോലെ തേച്ച് പിടിപ്പിക്കാൻ പറ്റും. ഇങ്ങനെ തല മുഴുവനും തേച്ച് പിടിപ്പിച്ചേച്ച് കാണാവേ. മുടിയെ നല്ലപോലെ തേച്ച് എന്നിട്ട് ആ 2 മുട്ടയും തലയിൽ തേക്കേണ്ടി വന്നിട്ട് നമുക്ക് മുടിയുടെ അനുസരിച്ചാണ് നമുക്ക് എടുക്കാനായിട്ട്. തലയിൽ നല്ലപോലെ തേച്ച് എന്നിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മുടി ഒന്ന് വാരിക്കെട്ടി വെച്ചു. ഇനി ഒരു 20 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്, ഏറ്റവും കുറഞ്ഞത് 20 മിനിറ്റ് കൂടുതൽ ഇരുന്നാലും കുഴപ്പമില്ല. എന്നിട്ട് ഇനി തലമുടി കഴുകുക. ഇനിയിപ്പോൾ ആരും എന്നെ ചീത്ത വിളിക്കണ്ട കേട്ടോ. ഞാൻ മുടി മുറിച്ച് കളഞ്ഞില്ല എന്നും വേണ്ട. മുടി മുറിച്ച് കളയാതിരുന്നതല്ല കേട്ടോ. എന്നാന്ന് വെച്ചാൽ അത്രയും വളർത്തിക്കൊണ്ട് അവളെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷെങ്കിൽ അവൾക്ക് പേടിയൊന്നുമില്ല. അവൾ പറഞ്ഞ് മുറിച്ച് കളഞ്ഞോളാൻ പറഞ്ഞു. അപ്പം അത്രയും വളർത്തിക്കൊണ്ട് വന്ന മുടിയൊക്കെ മുറിച്ച് കളയണമെങ്കിൽ നമ്മൾ മനുഷ്യരല്ലായിരിക്കണം അല്ലേ? അതുകൊണ്ട് എന്നെ വന്നാലും അവിടെ മുടിയൊന്നും അങ്ങനെ മുറിച്ച് കളയാൻ എനിക്ക് ആഗ്രഹമില്ല. അത് നല്ല രീതിക്ക് തന്നെയാണ്. അപ്പോൾ ഇന്ന് അച്ഛൻ്റെ മുടിക്ക് ചെയ്യുന്ന ഒരു ടിപ്സ് എന്ന് പറഞ്ഞാൽ മുട്ടയുടെ വെള്ള. ഞാൻ കാണിച്ചല്ലോ, മുട്ടയുടെ വെള്ളയാണ് ചെയ്യുന്നത്. അതാണ് മുടി വളർച്ചയ്ക്ക് ഒരു ടിപ്സായിട്ട് ചെയ്യുന്നത്. മുട്ടയുടെ വെള്ള തലയിൽ തേച്ചുകൊണ്ട് യാതൊരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല കേട്ടോ. നല്ല ഇതാണ്. തലയിൽ തേച്ചാൽ യാതൊരു പ്രശ്നവും വരത്തില്ല. പിന്നെ പറഞ്ഞ പോലൊക്കെ മുടിയെ തേക്കാവുള്ളൂ, അല്ലെങ്കിൽ മുടി ചകിരിനാര് പോലെ കിടക്കും. അതുപോലെ സൂക്ഷിച്ചാൽ നമുക്ക് മുട്ട നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യം തേച്ചാൽ മതി. മുടിക്ക് നല്ല വളർച്ച നമുക്ക് അറിയാൻ പറ്റും. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.